ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഖാമത്തുദ്ദീൻ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത എല്ലാ പണ്ഡിതന്മാരുടെയും അവരുടെ പ്രധാന കർത്തവ്യമായിരുന്നു ഇഖാമത്തുദ്ദീൻ. ഇഖാമത്തുദ്ദീൻ എന്ന പദത്തിൻ്റെ അർത്ഥം ദീനിനെ നിലനിർത്തുക അല്ലെങ്കിൽ ദീനിനെ സ്ഥാപിക്കുക എന്ന് രണ്ടർത്ഥവും നമുക്ക് ആ പദത്തിൽ കാണാം. ഈ പദം സാധാരണ ചർച്ച ചെയ്യപ്പെടുന്നത് മതരാഷ്ട്രവാദം, തിയോക്രസി എന്നുള്ള പദപ്രയോഗങ്ങളുമായി ചേർത്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം? ഇസ്ലാം എങ്ങനെയാണ് ദീനിനെ പരിചയപ്പെടുത്തുന്നത്? ദീൻ എന്ന് വെച്ചാൽ എന്താണ്? മൗലാന മൗദൂദിയുടെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങളെന്ന് പറയുന്നത്. ഇലാഹ്, ദീന്, റബ്ബ്, ഇബാദത്ത് എന്ന് പറയുന്ന 4 പദപ്രയോഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ഗഹനമായ ഒരു പഠനം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിക് രചനകളിൽ ഒന്നാണത്. മൗലാന മൗദൂദിയുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ പ്രധാന ആശയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നതും ആ കിതാബിലാണ്. ആ 4 പദപ്രയോഗങ്ങളെയും വിശദീകരിച്ചുകൊണ്ട് മൗലാന മൗദൂദി ഇഖാമത്തുദ്ദീൻ എന്താണെന്ന് ആ ബുക്കിൽ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഇഖാമത്തുദ്ദീനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൻ നാസിലാണ്. ആരാണ് റബ്ബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ സൂറത്തുൻ നാസ് നമ്മെ പഠിപ്പിക്കുന്നു. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്. റബ്ബ് എന്നത് അത് റബ്ബിൻ നാസാണ്, ജനങ്ങളുടെ റബ്ബാണ്. മലിക്കിൻ നാസാണ്, ജനങ്ങളുടെ യജമാനനാണ്. ഇലാഹിൻ നാസ്, ജനങ്ങളുടെ ആരാധ്യനാണ്. ഈ 3 പദപ്രയോഗങ്ങളാണ് ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദീൻ എന്താണ്? ഇന്ന ദീന എന്തല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുത്ത് ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. മറ്റൊരു വിഷയം, നമ്മൾ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ സ്ഥാപനമെന്ന് വരുമ്പോൾ ഒരു മതരാഷ്ട്രവാദത്തിൻ്റെ ചർച്ചയിലേക്കാണ് പോകുന്നത്. ഇസ്ലാമിനെ സമർപ്പിക്കുന്നത് മുഹമ്മദ് നബിയിൽ നിന്ന് തുടങ്ങുന്നു എന്നതല്ല. ഇസ്ലാമിനെ, ദീനിനെ പഠിപ്പിക്കുന്നത് അത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് തുടങ്ങുന്നു എന്നതിലേക്കാണ്. മുഴുവൻ മനുഷ്യരാശിയുടെയും ആശയമായിട്ടാണ് ഇസ്ലാമിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ മതം എന്നുള്ള പദത്തിന് പോലും പ്രശ്നമുണ്ട്. മതം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം അഭിപ്രായമെന്നാണ്. റിലീജിയനും ആ ഒരു തരത്തിലുള്ളൊരു അർത്ഥമുള്ളൊരു പദപ്രയോഗമാണ്. അപ്പോൾ ഒരുപാട് മതങ്ങളുള്ള ഒരു ലോകത്ത് ഇസ്ലാം സ്വതന്ത്രമായ ഒരു സംവിധാനം രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായും സെക്യുലറിസ്റ്റ് ലോകത്തിന് അതെന്തായി മാറും? മതരാഷ്ട്രവാദമായി മാറും. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ഇസ്ലാം എന്നത് തുടങ്ങുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ല. അത് തുടങ്ങുന്നത് ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് തന്നെയാണ്. അത് പഠിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്നതാണ്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. കാരണം ഖുർആൻ തന്നെ മനുഷ്യരാശിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഅബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ആദം അലൈഹി ഇസ്ലാം, ഹവയിൽ നിന്നുമാണ് എല്ലാവരെയും സൃഷ്ടിക്കുന്നത്. ഈ വൈവിധ്യം ഉണ്ടാവുന്നത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിലേറ്റവും കൂടുതൽ അള്ളാഹുവിനോട് സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആദരവുണ്ടാവുക എന്ന് പറയുന്നത് ആ ആശയം ഒരു മൂലത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടുന്നാണ് ഇസ്ലാം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന പദപ്രയോഗം വന്ന സൂറത്ത് ഷൂറയിലെ 13-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള പ്രവാചകന്മാരെയും കൂടി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന വിഷയം പറയുന്നത് ഖുർആനിൽ തന്നെ. ഷറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ
വല്ലദീ ഔഹൈന ഇലൈക വമാ വസ്വൈന ബിഹി ഇബ്രാഹീമ വ മൂസ വ ഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖു. സൂറത്ത് ഷൂറയിലെ 13-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്, നാം നൂഹ് നബി അലൈഹി ഇസ്ലാമിന് നിർദ്ദേശിച്ചതും നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധനം ചെയ്തതും ഇബ്രാഹിം, മൂസ, ഈസ എന്നീ പ്രവാചകന്മാർക്കും നിർദ്ദേശിച്ചിട്ടുള്ളതും ഏതാണോ അതിനെ നിങ്ങൾക്ക് ദീനായി അൻ അഖീമുദ്ദീന ദീനായി, അതായത് ജീവിതം മുഴുവനുമുള്ള വ്യവസ്ഥയായി നിശ്ചയിച്ചിരിക്കുകയാണ്. അതായത് ഈ ദീനെ നിങ്ങൾ സ്ഥാപിക്കുകയും അതിൽ പരസ്പരം ഭിന്നിക്കാതിരിക്കുകയും ചെയ്യുക. അൻ അഖീമുദ്ദീന വലാ തതഫറഖു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയണത് ഇത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്, അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം ഒരു മനുഷ്യരാശിയുടെ വ്യവസ്ഥാപിതമായ ജീവിതമൊക്കെ തുടങ്ങുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിലൂടെ ആവാം. അതുകൊണ്ടാണ്, കാരണം ബാക്കിയൊക്കെ തുടക്കമാണല്ലോ. ഒരു വലിയൊരു സമൂഹം രൂപപ്പെടുന്നതൊക്കെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു അവ്വൽ റസൂൽ എന്ന് തന്നെ വിളിക്കുന്നത്, ആദ്യത്തെ റസൂലായി പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു റിസാലത്ത് വരുന്നത് ഒരു സമൂഹത്തിന് അത്യാവശ്യമായ ഒരു സാഹചര്യത്തിലായിരിക്കാം. അതുകൊണ്ടാണ് അവ്വൽ റസൂൽ എന്ന് തന്നെ പരിചയപ്പെടുന്നത്. ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഏറ്റവും കൂടുതൽ വലിയ ദഅവത്തി പ്രവർത്തനം ഏറ്റെടുക്കേണ്ടി വന്ന പ്രവാചകനാണ്, റസൂലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിൻ്റെയും പേര് പറയുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം ഇവരൊക്കെയും ഉൽ അസ്മി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാരാണ്. ഏത് ഈ തീരുമാനം, വളരെ നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വന്ന പ്രവാചകന്മാരെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയവരാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം. ഇവരെല്ലാം റസൂലുമാരായിട്ടും കൂടിയിട്ടാണ് ഖുർആൻ പരിചയപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സുഹുഫ് കൊടുത്തതായി സുഹുഫ് ഇബ്രാഹിം വ മൂസ പറയുന്നു. അതുപോലെ തന്നെ തൗറാത്ത് മൂസ അലൈഹി ഇസ്ലാമിനും കൊടുത്തു, ഈസാ അലൈഹി ഇസ്ലാമിന് ഇഞ്ചീലും കൊടുത്തതായി ഖുർആൻ തന്നെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുമാരെ തന്നെ, പ്രവാചകൻ എന്നതിനേക്കാളും അപ്പുറം ദൂതൻ, റസൂലുമാരെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പരാമർശിക്കുകയും ഇവരോടെല്ലാം കൽപ്പിച്ചത് തന്നെയാണ് പ്രവാചകരെ താങ്കളോടും കൽപ്പിക്കുന്നത്, വസിയത്ത് നൽകുന്നത് എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അതായത് ദീനിനെ നിലനിർത്തുകയും ഉള്ളിടത്ത് ഇല്ലാത്തിടത്ത് ദീനിനെ ഉണ്ടാക്കുകയും ഉള്ളിടത്ത് അത് നിലനിർത്തുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള നബിമാരോടുള്ള കൽപ്പനയായിരുന്നു. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന എന്ന ഒരു കൺസെപ്റ്റാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ആശയം. അതിൽ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനെന്ന് പറയുന്നത് മതങ്ങൾക്കിടയിൽ ഒരു മതമായിട്ടല്ല ഇസ്ലാമിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്നാണ്. രണ്ടാമത്, ഇസ്ലാം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻട്രൊഡ്യൂസ് ചെയ്ത മതമല്ല എന്നതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. അത് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇത് മുൻകാല റസൂലുമാരും നബിമാരും എന്താണോ ചെയ്തത് അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ചെയ്യേണ്ടത്. അവരെന്താണോ ചെയ്തത് അത് ഇഖാമത്തുദ്ദീനാണ് ചെയ്തത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം ശറഅ ലക്കും മിനദ്ദീൻ, ശറഅ ലക്കും എന്നുള്ള പദമാണ്. മിനൻ നബിയീൻ, ശറഅ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഈ ഒരു നിയമമാക്കിയിരിക്കുന്നു എന്നുള്ള പദമാണ്. എല്ലാ റസൂലുമാർക്കും ഇത് അവർക്ക് നിർബന്ധമായ ഒരു ബാധ്യതയായിരുന്നു എന്ന രീതിയിലാണ് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. പിന്നെ അതിൽ നിന്ന് ബാക്കി നിരവധി ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വിശ്വാസി എങ്ങനെയാണ് ദീനിനെ കാണേണ്ടത്? എനിക്ക് പാതി മുസ്ലിം പാതി കാഫറാവുക, അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന തിരഞ്ഞെടുക്കുകയും ബാക്കി തള്ളിക്കളയുകയും ചെയ്യുക, അങ്ങനെയൊന്നൊരു പാതി ഇസ്ലാമിൻ്റെ വർത്തമാനം ഇസ്ലാം പറയുന്നില്ല. ഒരു വിശ്വാസി ആദ്യം തൗഹീദ് അംഗീകരിക്കണം. അപ്പോൾ എന്താണ് തൗഹീദ്? ആരാണ് അള്ളാഹു? അള്ളാഹു ഇലാഹാണ്. ആ ഇലാഹ് എങ്ങനെയാണ്? അവൻ ഖാലിഖാണ്, അവൻ ശാരി നിയമം ഉണ്ടാക്കുന്നവനാണ്, അവൻ ഹാക്കിമാണ്, നിയമകർത്താവാണ്, അവൻ ഇലാഹാണ്, ആരാധ്യനാണ്. ഈ ഒരു ധാരണ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ റബ്ബുന്നാസ്, അള്ളാഹു റബ്ബാണെന്നുള്ള ബോധം ഉണ്ടാവണം. മലിക്കിന്നാസ്, ജനങ്ങളുടെ ആണ് എന്നുള്ള ബോധമുണ്ടാവണം. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനാണെന്നുള്ള ബോധം ഉണ്ടാവണം. അപ്പോൾ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംവിധാനത്തെ അല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ എങ്ങനെയാണ് ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്.
സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ്, സംരക്ഷകൻ, പരിപാലകൻ, മേൽനോട്ടക്കാരൻ, നിയന്ത്രിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്? റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. എല്ലാ ജനങ്ങൾക്കും കാരുണ്യമായിട്ട് വന്ന നിയോഗിക്കപ്പെട്ട ബഷീറായെന്ന് വേറെയും നദീറായ ആയത്ത് എന്നൊക്കെയും വേറെ ആയത്തുകൾ കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയെ പറയുന്നത് എല്ലാവർക്കും കൂടി മുന്നറിയിപ്പ് നൽകുന്ന, സന്തോഷ വർത്തമാനം നൽകുന്ന, എല്ലാവർക്കും കാരുണ്യമായി അയച്ചവനാണ്, മുസ്ലിങ്ങൾക്കുള്ളവനല്ല. ഖുർആനെ എങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്? ഹുദല്ലിന്നാസ് എന്നുള്ളതാണ്. ജനങ്ങൾക്കുള്ള ഹുദയാണ്. ഹുദല്ലിൽ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കുള്ള ഹുദയായിട്ടെന്നല്ല പറയുന്നത്, മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഹുദയായിട്ടാണ്. അപ്പോൾ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം അവിടെയാണ്. ദീനെന്ന് പറയുന്നത് എന്തോ കുറേ ആൾക്കാർ ചേർന്ന്, മുസ്ലിങ്ങൾ ചേർന്ന് സംവിധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല ഖുർആൻ ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അത് മുഴുവൻ ജനങ്ങൾക്കുമുള്ള മോചനം, രക്ഷ, അവരുടെ മോക്ഷം, അതുമായി ബന്ധപ്പെട്ട വർത്തമാനമാണ് ഇഖാമത്തുദ്ദീൻ എന്നുള്ള ആശയം കൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് നമ്മുടെ ചർച്ച ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. സൂറത്ത് ആൽ ഇംറാനിൽ 83-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നു, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഹൻ വ ഖർഹൻ വ ഇലൈഹി യുർജഊൻ. അതായത് അള്ളാഹുവിൻ്റെ ദീൻ അല്ലാത്തതിനെയാണോ അവർ ആഗ്രഹിക്കുന്നത്? അള്ളാഹു മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അതായത് വാസ്തവത്തിൽ ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളും യഥാർത്ഥത്തിൽ ഇഷ്ടത്തോടു കൂടിയോ നിർബന്ധിതരായോ അവന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവ മടക്കപ്പെടുന്നതും അള്ളാഹുലേക്ക് തന്നെയാണ്. അതായത് ഈ ലോകത്തുള്ള സകല സൃഷ്ടികളും ഒന്നുകിൽ ഇഷ്ടത്തോടു കൂടിയോ അല്ലാതെയോ നിർബന്ധിതരായോ അള്ളാഹുവിന് വഴങ്ങിക്കൊണ്ടിരിക്കെ അള്ളാഹുവിനല്ലാതെ വേറെ ആരെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പറഞ്ഞത്. അപ്പം സമ്പൂർണ്ണമായൊരു കീഴ്വണക്കം എന്ത് പറയുന്നു? ഇസ്ലാം ആവശ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണാം. അതായത് എന്താണ് ഇബാദത്ത് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇതിൽ വരുന്നു. ഇബാദത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള ആരാധനയാണ്. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ലാ മഅബൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യൻ ഇല്ല എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതുണ്ടാവുക. അതുമാത്രമല്ല അള്ളാഹുവിന് മാത്രമേ അനുസരണം പാടുള്ളൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇബാദത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല അള്ളാഹുവിന് മാത്രമാണ് അടിമത്തം, അബൂദിയത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റും ഇബാദത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പം ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നതിനെയുമാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുക. അതായത് എന്നിൽ എങ്ങനെയാണ് ഇഖാമത്തുദ്ദീൻ ഉണ്ടാവുക? ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഇഖാമത്തുദ്ദീൻ നടപ്പിലാവുന്നത് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴാണ്, അള്ളാഹുവിന് മാത്രം അടിമപ്പെടുമ്പോഴാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുമ്പോഴാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിനെ മാത്രം നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിനോട് മാത്രം നമ്മൾ സഹായം ചോദിക്കുന്നു. ഈ ഒരു ആശയം നടക്കുമ്പോഴാണ് നമ്മളിൽ ഒരാളിൽ ഇഖാമത്തുദ്ദീൻ ഉണ്ടാവുക. അതായത് ആ പദം കൊണ്ടൊരു അർത്ഥമാക്കുന്നത് അതാണ്. അതായത് ഒന്ന്, ആദ്യം നിങ്ങളിൽ ദീനില്ല എങ്കിൽ ദീൻ ഉണ്ടാക്കുക. നമ്മളിൽ ദീനില്ല എങ്കിൽ ദീൻ ഉണ്ടാക്കുക. അത് വിശ്വാസം കൊണ്ടാണ് ആദ്യം ഉണ്ടാവേണ്ടത്, പിന്നീടാണ് കർമ്മം വരിക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തന്നെ പറയുന്നത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. എല്ലാവരും എല്ലായിടത്തും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവരും മാറ്റങ്ങൾ വേണം, എല്ലാവരും നമ്മൾ രീതിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആദ്യം മാറ്റം ഉണ്ടാവേണ്ടത് നിങ്ങളിൽ ഓരോരുത്തരിലുമാണ്. ദീൻ ആദ്യം ഉണ്ടാവേണ്ടത് നമ്മളിൽ ഓരോരുത്തരുമാണ്. അപ്പോൾ ഇഖാമത്തുദ്ദീൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ എന്നതാണ്. ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്നത് സാധാരണ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇഖാമത്തുദ്ദീനെക്കുറിച്ച് എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഒരു രാഷ്ട്രസ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. വളരെ തെറ്റിദ്ധാരണയാണ്. ദീൻ എന്ന് പറയുന്ന ആദ്യം ഉണ്ടാവേണ്ടത് വ്യക്തി ജീവിതത്തിലാണ്. അവിടുന്ന് സംസ്കരിച്ചിട്ടാണ് വലുതാവുന്നത്. ഷാ വലീദ് ദഹ്ലവി എന്ന് പറയുന്ന 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ സബ് കോണ്ടിലുണ്ടായിരുന്ന, ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വലിയൊരു നവോത്ഥാന നായകനാണ് ഷാ വലിയുല്ലാ ദഹ്ലവി. അദ്ദേഹം ഉജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനം വേണ്ടതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മാറ്റം, വികാസം ഉണ്ടാവേണ്ടത്, ഒരു സമൂഹത്തിൻ്റെ ഒരു നാഷൻ ബിൽഡിങ്, ഒരു സമൂഹത്തിൻ്റെ രൂപം എങ്ങനെ രൂപപ്പെടണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അദ്ദേഹം ആദ്യം പറയുന്നത് വ്യക്തിത്വത്തിൻ്റെ പരിവർത്തനമാണ്.
പേഴ്സണൽ ചേഞ്ച് സംഭവിക്കുക. അതിലൂടെ കുടുംബത്തിൻ്റെ പരിവർത്തനമുണ്ടാവുക. കുടുംബം ഒരാൾ കൂടുന്നത് ഓരോരുത്തരും അവരുടെ ചെറിയ യൂണിറ്റാണ് കുടുംബത്തിൻ്റെ പരിവർത്തനം സംഭവിക്കുക. കുടുംബത്തിലൂടെ അദ്ദേഹം പറയുന്നത് നഗരം, കാരണം അദ്ദേഹം ജീവിച്ചത് ഡൽഹിയിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നഗരമാണ് പ്രധാനമായി കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്ക് വികാസം ഉണ്ടാവുകയും കുടുംബങ്ങൾ നഗരത്തിലേക്ക് വികാസം ഉണ്ടാവുകയും അത് ദൗലത്ത് ഒരു നാഷനായി വളരുകയും അതൊരു ഖിലാഫത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഹുജ്ജത്തുൽ ബാലിഗയിൽ ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവി മുന്നോട്ട് വെച്ച ആശയം. മൗലാന മൗദൂദി എന്ത് ചെയ്തു? അദ്ദേഹം ജീവിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. മൗലാന മൗദൂദി അതിനെ നഗരം എന്നതിൽ നിന്ന് മാറ്റി സൊസൈറ്റി എന്ന് പറയുന്ന ആശയം വെച്ചു. കാരണം അദ്ദേഹം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവിയുടെ അതേ ചിന്ത അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു: വ്യക്തിയുടെ ഒരു സമ്പൂർണ്ണമായ മാറ്റം, പരിഷ്കരണം, പരിവർത്തനം ഒരു കുടുംബത്തിലെത്തുകയും ആ കുടുംബം അതുപോലെ പരിവർത്തിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ ഒരു യൂണിറ്റായി സമൂഹം ആണല്ലോ. അപ്പോൾ ആ സമൂഹത്തിൻ്റെ പരിവർത്തനം ഉണ്ടാവുന്നു. ആ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിലൂടെ ഒരു ദേശത്തിൻ്റെ, ഒരു നാടിൻ്റെ പരിവർത്തനം സംഭവിക്കുന്നു. ഇങ്ങനെയാണ് ഇഖാമത്തുദ്ദീൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ഈ ഇഖാമത്തുദ്ദീൻ എന്നുള്ള പദപ്രയോഗം കൊണ്ട് ആ വിഷയത്തിൻ്റെ വിമർശകർ ഉന്നയിക്കുന്നത് ഒരു സ്റ്റേറ്റ് സ്ഥാപനമാണ്, സ്റ്റേറ്റ് സെൻട്രിക് ഐഡിയയാണ്. രാഷ്ട്രത്തെ, അധികാരക്കൊതി മൂത്ത ഒരു ആശയമാണത്, അധികാരത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിക്കുന്ന ഒരു ആശയമാണത് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം മൗലാന മൗദൂദി ആശയം മുന്നോട്ട് വെക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞത് അത് ബോട്ടം അപ്പ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ താഴെന്ന് ക്രമപ്രവൃത്തമായി ഗ്രാജുവലായി വളർന്നു വരുന്ന ഒരു കൺസെപ്റ്റിനെയാണ് അദ്ദേഹം ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞത്. അതും മനസ്സിലാവേണ്ടത് മൗലാന മൗദൂദി സ്വന്തമായി എടുത്തതല്ല. ഷാഹ് വലിയുല്ലാഹ് ദഹ്ലവിനെ പോലുള്ള പണ്ഡിതന്മാരുടെ, അദ്ദേഹത്തിൻ്റെ കാലത്തെ മറ്റുള്ള പണ്ഡിതന്മാരെയും റെഫർ ചെയ്തുകൊണ്ട് ഈ ആയത്തുകളെ മധ്യകാലഘട്ടത്തിലെയും സഹാബികൾ മുതൽ ഇങ്ങോട്ട് മധ്യകാലഘട്ടത്തിലെ പണ്ഡിതന്മാരെയൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ പ്രവാചകന്മാർ പോലും മുഹമ്മദ് നബിയിൽ നിന്നല്ല തുടങ്ങുന്നത്, മുൻകാല നബിമാരുടെയും ദൗത്യം ഇത് തന്നെയായിരുന്നു എന്നതാണ്. അപ്പോൾ ആ തരത്തിലാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആശയമുള്ളത്. അതായത് അത് വ്യക്തിത്വ സംസ്കരണത്തിൽ നിന്ന് തുടങ്ങി അത് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും ദേശത്തിലേക്കും വ്യാപിക്കുന്ന ക്രമപ്രവൃത്തമായ വളർച്ചയാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ പെട്ടെന്നുടനൊരു പട്ടാള അട്ടിമറിയിലൂടെ നടപ്പിലാക്കുന്ന സംവിധാനത്തെ അല്ല. കാരണം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ക്ഷണികമായ പല ഇത്തരത്തിലുള്ള വിപ്ലവങ്ങളെല്ലാം ക്ഷണികമാണ്, ജനങ്ങളുടെ തൃപ്തിയില്ലാത്ത, ജനങ്ങളിൽ ഒരു തരത്തിലുള്ള സംസ്കരണവും നടത്താത്ത എല്ലാ വിപ്ലവങ്ങളും പരാജയപ്പെടുമെന്ന് മൗലാന മൗദൂദി തന്നെ പറഞ്ഞത് നമുക്ക് കാണാം. ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് ഇത് വ്യക്തിത്വ പരിഷ്കരണത്തിലൂടെയും ദഅവത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഇഖാമത്തുദ്ദീൻ എല്ലാ പ്രവാചകന്മാരുടെയും ഖുർആൻ തന്നെ പറയുന്ന പ്രധാന കർത്തവ്യം ദഅവത്തായിരുന്നല്ലോ. ആ ദഅവത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് മൗലാന മൗദൂദിയും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇഖാമത്തുദ്ദീൻ വിശ്വാസികൾക്കിടയിൽ ഇസ്ലാഹിലൂടെയും വിശ്വാസികളല്ലാത്തവർക്കിടയിൽ ദഅവത്തിലൂടെയും മനസ്സിലാക്കേണ്ടതാണ്. എന്ത്? ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടേതല്ല, നബി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ നബി അല്ല, അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അള്ളാഹു അല്ല, അള്ളാഹു റബ്ബുൽ ആലമീനാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീനാണെന്നും ഖുർആൻ എന്ന് പറയുന്നത് ഹുദൽ ലിന്നാസ് ആണെന്നും ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതായിരുന്നു മുൻകാല പ്രവാചകന്മാരുടെ, ദൂതന്മാരുടെ കർത്തവ്യമെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എല്ലാവരുടെയും കർത്തവ്യം അതുതന്നെയാണ്. ഈ റൂട്ടിലൂടെ മാത്രമേ ഇഖാമത്തുദ്ദീൻ നടപ്പിലാക്കാൻ കഴിയൂ എന്നാണ്. അത് ദഅവത്ത്, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കൽ ദഅവത്തിൻ്റെ ആദ്യത്തെ മാർഗമാണ് എന്നാണ് അർത്ഥം. അത് വിശ്വാസികൾക്കിടയിൽ ഇസ്ലാഹിലൂടെ, വിശ്വാസികൾക്കിടയിലുള്ള സംസ്കരണം അവിടെയും, അതുപോലെ തന്നെ വിശ്വാസികൾക്കല്ലാത്തവർക്കിടയിൽ ദഅവത്തിലൂടെയും ഇസ്ലാമിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിനെ പഠിപ്പിക്കലാണ് ഇഖാമത്തുദ്ദീൻ. അതായത് അങ്ങനെയാണ് സംസ്ഥാനം. അതായത് അറിയാത്ത ഒരാളെ ഇസ്ലാം പഠിപ്പിക്കുകയും അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ശരിയായ മുസ്ലിമായി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ്. ഈ മാർഗത്തിലൂടെ രൂപപ്പെടുന്ന സാമൂഹ്യ മാറ്റത്തെയാണ്, സാമൂഹ്യ ദേശമാറ്റത്തെയാണ് മൗലാന മൗദൂദി അവസാനമായി ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞത്. ആദ്യകാലത്ത് ഇതിന് ഹുക്കൂമത്തെ ഇലാഹി എന്നുള്ള പദപ്രയോഗമായിരുന്നു ഉപയോഗിച്ചത്. അതും മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. കാരണം ഈ ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള വിഷയത്തിൽ ആ പദപ്രയോഗത്തിന് വലിയൊരു ഭയപ്പാടുണ്ടാക്കി. ഹുക്കൂമത്ത് എന്നത് സാധാരണ അർത്ഥമാക്കുക
ഒരു അധികാരം, പവറുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ അധികാരം എന്ന് പറയുമ്പോൾ അതും അവിടെയും പ്രശ്നം വന്നു. അള്ളാഹു മുസ്ലിങ്ങളുടെ ദേവൻ, മുസ്ലിങ്ങളുടെ ദൈവം. അപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ അധികാരം. അപ്പോൾ ഇത് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ അധികാരം ആ ഒരു തരത്തിലേക്ക് കണ്ടോ. അപ്പോൾ കാരണം ഹുക്കൂമത്ത് എന്നതിനെ നിലവിലുള്ള അർത്ഥത്തിൽ നിന്ന് വായിച്ചതാണ് മനസ്സിലായത്. പക്ഷെ അള്ളാഹു ആരാണ്? അള്ളാഹു ഖൽഖസ്സമാവ്, അള്ളാഹുവാണ് ആകാശഭൂമികളെയും സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ലോകങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് സകലം ഒരുക്കി തരുന്നത്. ആ അള്ളാഹുവിൻ്റെ അധികാരവും അവൻ്റെ പവറിൻ്റെയും അവൻ്റെ സ്ട്രക്ചറിനെയും കുറിച്ചുള്ള വർത്തമാനമാണ്, ഇസ്ലാമിൻ്റെ വർത്തമാനമാണ് പറയുന്നത്. ആ ഒരു ധാരണ മാറുകയും ആ പദത്തിൽ ഒതുങ്ങുകയും ചെയ്തപ്പോഴാണ് അബുല്ലൈസ് ഇസ്ലാഹി എന്നറിയപ്പെടുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ത്യൻ ഇതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു അമീറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പദത്തിലല്ല കാര്യം, ഈ ഹുക്കുമത്ത്. അതുകൊണ്ടാണ് ഹുക്കുമത്ത് ഇലാഹി എന്നുള്ളതിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഖുർആൻ തന്നെ ഉപയോഗിച്ച ഇഖാമത്തുദ്ദീൻ ഒരേ അർത്ഥം തന്നെയാണ്. ഇഖാമത്തുദ്ദീൻ എന്നുള്ള അർത്ഥം ജമാഅത്ത് ഇസ്ലാമി തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഈ പദം മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുണ്ടെന്ന് കരുതുന്നു. ഇഖാമത്തുദ്ദീൻ എന്നുള്ള പദം തിരഞ്ഞെടുക്കാനും കാരണം ഖുർആൻ ഉപയോഗിച്ച പദം അതേ ആശയം ഖുർആൻ തന്നെ ഉള്ളതുകൊണ്ട് ആ പദം ഉപയോഗിച്ചു എന്നുള്ളതാണ്. വേറെ അർത്ഥമാറ്റങ്ങളൊന്നും വേറെ ഉണ്ടാവുന്നില്ല. അപ്പം അവിടെയും ഉദ്ദേശിക്കുന്നത് അതാണ്. ഇവിടെ നമ്മൾ പ്രധാന പ്രശ്നം വരുന്നത് ഇസ്ലാമിനോടുള്ള മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാടിനെയും ഇസ്ലാമിനോടുള്ള മുസ്ലിങ്ങളല്ലാത്തവരുടെ കാഴ്ചപ്പാടിനെയും തിരുത്തുക എന്നതാണ് ഇഖാമത്തുദ്ദീനിൻ്റെ പ്രധാന കർത്തവ്യം. അതിന് രണ്ട് ട്യൂണുകൾ, മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാഹും പുറത്തുള്ളവർക്കിടയിൽ ദഅവത്തും നടത്തുക എന്നതാണ്. അതിന് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രീതി ഇദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന എന്നതാണ്. എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്, എങ്ങനെയാണ് ഇസ്ലാഹ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഇഖാമത്തുദ്ദീനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തെ യാ ഖൗം, എൻ്റെ സമൂഹമേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചപ്പോൾ ആ സമൂഹത്തിൻ്റെ സഹോദരൻ എന്നുള്ള പദപ്രയോഗത്തിലാണ് നബിമാരെ അയച്ചിട്ടുള്ളത്. എല്ലാ സമൂഹത്തിലേക്കും നബിമാരെ അയച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതത് സമൂഹത്തിൽ തന്നെയാണ് ആൾക്കാരെ നബിമാരായും റസൂലുമാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് ജനങ്ങളോട് ഇഴുകി ജീവിക്കുന്നവരാവണം എന്ന് അതൊരാശയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളായ ഒരാൾ സമൂഹത്തിൽ നിന്ന് മാറി നടക്കേണ്ടവനല്ല, സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്നവരാണ്. പ്രവാചകന്മാരെല്ലാവരും, നബിമാരെല്ലാവരും, റസൂലുമാരെല്ലാവരും സംസാരിക്കുമ്പോഴൊക്കെയും നിങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത്, ശരിയാവണമെന്ന് പറഞ്ഞവരാണ്. അതാണ് നമ്മൾ നോക്കുക. എന്തൊക്കെയാണ് നബിമാർ നടത്തിയ ദഅവത്തുകൾ? നൂഹ് നബി അലൈഹി സ്വലാം നടത്തിയ ദഅവത്ത് ഷിർക്കിൻ്റെ കൂടെ തന്നെ സാമൂഹിക ഉച്ചനീചത്വങ്ങളെയും ഡിസ്പാരിറ്റീസ്, അസമത്വങ്ങളെയും കൈകാര്യം ചെയ്തതായി നമുക്ക് കാണാം. നൂഹ് നബി അലൈഹി സ്വലാം സംസാരിക്കുമ്പോൾ മലഅ് എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുന്നത് കാണാം. മലഅ് എന്ന് പറയുന്ന പ്രമാണിവർഗം എന്നാണ്, എലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആധുനിക ഭാഷയിൽ. അതായത് അവർ പറഞ്ഞത് എന്താ, നൂഹേ നിൻ്റെ കൂടെയുള്ള ഈ മ്ലേച്ഛന്മാരെ മാറ്റുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് നിൽക്കാം എന്ന് പറയുന്ന സംഭവം പറയുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ അവരെ മാറ്റുകയില്ല. കാരണം എൻ്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച് ഞാൻ പറയുന്നത് കേട്ട് വന്നവരാണ്, എനിക്കിങ്ങനെയാണ് അവരെ മാറ്റാൻ പറ്റുക എന്ന് നൂഹ് നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുന്ന ഖുർആൻ പറയുന്നുണ്ട്. അതേ വർത്തമാനം സൂറത്തുൽ അൻആമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേ സംഭവം ഉണ്ടാവുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ദഅവത്തിൻ്റെ പ്രധാന മേഖല എന്തായിരുന്നു? കച്ചവട മേഖലയിൽ ഉണ്ടായിരുന്ന കൊള്ളകളും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിനെ കൈകാര്യം ചെയ്യുന്ന റസൂലായി നമുക്ക് ഷുഐബ് നബി അലൈഹി സ്വലാമിനെ നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലും യുക്തിപൂർവ്വം തൗഹീദിനെ സമർപ്പിക്കുന്ന ഒരു റസൂലായി നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണാൻ പറ്റും. ഷിർക്കിൻ്റെ കൊടിയ ലോകത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാപ്പ പോലും പൂജാരിയായ വിഗ്രഹത്തിൻ്റെ നിർമ്മാതാവായ ഒരാളായി ചിത്രീകരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടാരത്തിൽ നിന്നുകൊണ്ട് തന്നെ തൗഹീദ് നടത്തുന്ന ഒരാളായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ചിത്രീകരിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്നത് മതപൗരോഹിത്യം ശക്തമായ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇത്തഖദു അഹ്ബാറഹും വ റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അഹ്ലി കിതാബുകാരെ കൈകാര്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിനെ കൂടാതെയുള്ള റബ്ബുകളായി സ്വീകരിച്ചു. അർബാബൻ മിൻ ദൂനില്ലാഹ്, അതായത് അള്ളാഹു മാത്രമാണ് റബ്ബെന്ന് പറയുന്ന കൺസെപ്റ്റിന് മാറ്റിവെച്ചുകൊണ്ട് സ്വന്തമായി തീരുമാനം കൽപ്പിക്കുന്ന, വേദങ്ങളിൽ കൈകടത്തുന്ന ആൾക്കാരെ ഈ അഹ്ലി കിതാബുകാർ ദൈവങ്ങളെപ്പോലെ കണ്ടു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇസ്ലാം അവിടെ ഈസാ നബി അലൈഹി സ്വലാം അതിൽ കൈവെക്കുന്നത് കാണാൻ കഴിയും.
അവരെ വിമർശിക്കുന്നത് കാണാൻ കഴിയും. ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് യഹൂദ പുരോഹിതന്മാരെ ഈസാ നബി അലൈഹി സ്വലാം വിമർശിക്കുന്നത് ബൈബിളിൽ പോലും ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാം. മൂസാ നബി അലൈഹി സ്വലാമും നമ്രൂദ് പോലുള്ള ഫിർഔൻ പോലുള്ള ഭയങ്കരമായ അധികാരിയായ ഒരു സ്വേച്ഛാധിപതിയായ ഒരാളെ ഒരു നൂറ്റാണ്ടുകളായി കാലങ്ങളായി തൻ്റെ ഇസ്രായേൽ സമൂഹത്തെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരാൾക്കെതിരെ നേരിട്ട് സംസാരിക്കുകയും അർസലമായി ബനി ഇസ്രായേൽ, എൻ്റെ ഒപ്പം ഇസ്രായേലികളെ വിട്ടുതരൂ എന്ന് നേരിട്ട് അവകാശപ്പെടുന്ന ഒരു മാനുഷിക വിമോചകനായും സ്ലേവറിക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന ഒരു വിമോചകനായും മൂസാ നബി അലൈഹി സ്വലാമിനെ പരിചയപ്പെടുന്നു. അതിൻ്റെ പേരിലാണ് നമ്മൾ മുഹറം നോമ്പ് പോലും എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ താസുവയും ആശുറയും തന്നെ നോമ്പെടുക്കാൻ കാരണം നമ്മളാണ് കൂടുതൽ അർഹതർ എന്ന് പറയാൻ പ്രത്യേക കാരണം അതുകൊണ്ടാണ്. നമ്മളങ്ങനെ ഓരോ നബിമാരുടെയും ജീവിതത്തിൽ നോക്കുമ്പോൾ അവരുടെ ദഅവത്തിനൊക്കെയും അവരുടെ തൗഹീദിനൊക്കെയും ഇങ്ങനെ ചില ഡയമെൻഷനും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നതും കാണാം. ലൂത്ത് നബിയുടെ ജീവിതത്തിൽ അനാർക്കിയായ സാമൂഹിക അതുപോലെ തന്നെ ധാർമ്മിക സദാചാര പതനത്തിൻ്റെ ഒരു ചരിത്രമാണല്ലോ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ കാണിക്കുന്നത്. അതിനെയും കൂടി, അതായത് ധാർമ്മിക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, ആധ്യാത്മിക, ഈസാ നബിയുടെ കാലത്തെ ആത്മീയ മേഖലയിലെ സർവ്വ തെറ്റുകളെയും വിമർശിക്കുന്നതായിട്ടും നമുക്ക് ഖുർആൻ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നതായി കാണാം. ജാഹിലിയത്തിൻ്റെ 4 രൂപങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ദീൻ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. അതാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ആശയം തിരിയണമെങ്കിൽ ദീൻ എന്താണെന്ന് മനസ്സിലാവണം. ജാഹിലിയത്ത് 4 രീതിയിൽ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. അതിൽ ഒന്നാമത്തത് ഹമിയത്തുൽ ജാഹിലിയാണ്. വിദ്വേഷത്തിൻ്റെ, വൈരത്തിൻ്റെ, കമ്മ്യൂണലിസത്തിൻ്റെ, ഈറയുടെ, പരസ്പരം തമ്മിലിടിയുടെ അതിൻ്റെ ജാഹിലിയത്ത്. മറ്റൊന്ന് ഒന്നുൽ ജാഹിലിയ, ഊഹാപോഹങ്ങളുടെ, അതിനനുസരിച്ചുണ്ടാവുന്ന അനുമാനങ്ങളുടെ ജാഹിലിയത്ത്. മൂന്നാമത് തബറുജുൽ ജാഹിലിയ, സദാചാര ലംഘനത്തിൻ്റെ ജാഹിലിയത്ത്. നാലാമത് ഹുക്കുമുൽ ജാഹിലിയ, അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമങ്ങൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് അതാണ് സംഭവമെന്ന് കരുതുന്ന ജാഹിലിയത്ത്. ഇതിന് ബദലായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. മൗലാന മൗദൂദിയുടെ ഇസ്ലാമും ജാഹിലിയത്തും എന്ന് പറയുന്ന രചനയിൽ അത് വിശദമായി തന്നെ പറയുന്നത് കാണാം. അപ്പോൾ എന്താണ് ഇസ്ലാം എന്ന് തിരിച്ചറിയണം. ആ ധാരണയിൽ നിന്നുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് അതാണ് നമ്മളുടെ ലോകമെന്ന് കരുതുന്നതിനപ്പുറം അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എങ്ങനെയാണോ ഇസ്ലാമിനെ കൈത്തന്നത് അതുപോലെ ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അതുപോലെ പഠിപ്പിക്കാനും അതുപോലെ സ്ഥാപിക്കാനുമുള്ള പ്രവർത്തനത്തെയാണ്, ചിന്തയെയും ആശയത്തെയും പ്രവർത്തനത്തെയാണ് ഇഖാമത്തുദ്ദീൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾക്കിടയിൽ 2 കാര്യങ്ങൾ ഉപേക്ഷിക്കുകയാണ്. നിങ്ങളത് പിടിക്കുകയാണെങ്കിൽ ലൻ തളല്ലു, നിങ്ങളത് വഴിപിഴയ്ക്കുകയില്ല. എൻ്റെ കിതാബും എൻ്റെ സുന്നത്തുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കാണാം. അതായത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല. ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത് ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കുന്ന ആശയത്തെയാണ് പറയണത്. അതിലൂടെ ഉണ്ടാകുന്ന വ്യക്തിത്വ, കുടുംബ, സമൂഹ, ദേശ പരിവർത്തനത്തിനെയാണ് ഇഖാമത്തുദ്ദീൻ എന്നുള്ള പദം കൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ആശയത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത്. അത് തുടക്കമിടേണ്ടത് വ്യക്തിത്വ പരിവർത്തനത്തിൽ നിന്നാണ്, നമ്മുടെ വ്യക്തിത്വ വികാസത്തിൽ നിന്നാണ്. നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ മാറുന്നത് എന്നാണ് ഇഖാമത്തുദ്ദീൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. അതൊരു ഡ്യൂട്ടിയായി തിരഞ്ഞെടുക്കുക. കാരണം നബിമാരുടെ ഡ്യൂട്ടി ആയിരുന്നു എന്നതുകൊണ്ട് സ്വന്തം ഡ്യൂട്ടിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി തനിക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നവനല്ല, തന്നെയും തൻ്റെ കൂടെയുള്ളവരെയും നാടിനെയും സമൂഹത്തെയും ദേശത്തെയും കുറിച്ചും ചിന്തിക്കുന്നവരാണ്. എല്ലാവരും നന്മയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നല്ലോ, സഹാബി മറ്റുള്ളവരൊക്കെയും ഇങ്ങനെ ഒരു വിളക്കിൻ്റെ വെളിച്ചം കണ്ട് പാഞ്ഞെടുക്കുന്ന ഈയാമ്പാറ്റകളെ തടയുന്നവനെ പോലെയാണ് ഞാൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരെ തടയുക, അവരെ പരമാവധി രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളിനെ പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പരിചയപ്പെടുത്തുന്നത്. അതുതന്നെയാണ് ഒരു വിശ്വാസിയുടെ ഡ്യൂട്ടിയും, അതുതന്നെയാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നതും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.